വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സെറ്റിൻ്റെ അവിടെ താന വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും പൊക്കത്തേക്ക് അങ്ങോട്ട് നടന്നു പോകായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മുമ്പ് വൃത്തി അങ്ങോട്ട് ഓടി. എൻ്റെ അനിയത്തിൻ്റെ മുടി പോലും കെട്ടാണ്ട് അവിടെ നിന്ന് ഓടി വരുന്നത്. അതൊക്കെ കഴിഞ്ഞൊരു ഉച്ച സമയമായപ്പോൾ നമ്മൾ ബിരിയാണിയും ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേരൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു വൈകിട്ട് സമയമായപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. കാരണം എല്ലാ സെറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയാലാണ് കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ കല്ലട ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് പോയി നിൽക്കുന്നുണ്ടായിരുന്നത്. ആനയൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്നു. കാരണം വേറെ വഴിയൊന്നും ഇല്ല വണ്ടികൾക്ക് പോകാനാണെങ്കിലും. പിന്നെ ഓരോ സെറ്റിൻ്റെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ പോകാനാണെങ്കിലും നല്ല തിരക്കുള്ള കാരണം ഓരോരുത്തർ നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ നീങ്ങി പോകലായിരുന്നു. കുറച്ച് നേരത്തെ തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ അമ്പലത്തിലാണ് നടക്കുന്നുണ്ടായിരുന്നത്. ഒരേ സെറ്റിന് ആനയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ പൂരം തുടങ്ങുന്നതിന് മുമ്പ് ആനയൊക്കെ ജസ്റ്റ് വലൊക്കെ വെക്കലായിരുന്നു. വെച്ചെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ കസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിർബന്ധിച്ച് ഞാൻ അങ്ങനെ നിർത്തിക്കലായിരുന്നു. ഉക്കുൻ്റെ തുള്ളൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്ത് അവൻ മുഖം പൊത്തി അങ്ങനെ നിൽക്കലായിരുന്നു. അവനറിയാൻ ക്യാമറയും കൊണ്ട് വരുന്നു. മാം നമുക്ക് കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങാന്ന് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങൽ എനിക്കൊരു നിർബന്ധമായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു സാധനത്തിനാണ് എടുത്തത്. ഈവൻ ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യണമെന്ന് മനസ്സിലായത്. പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആനകളെല്ലാവരും വലൊക്കെ വെക്കലായിരുന്നുണ്ടായിരുന്നത്. അതേ ഒരു വെടിക്കെട്ടോടു കൂടി തന്നെ എല്ലാം അങ്ങ് അവസാനിച്ചു.